നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ നിന്നെ ഏൽപ്പിച്ചു പോയ എന്റെ കുടുംബം എവിടെ സുജാത എന്ന് ചോദിച്ചാൽ എന്താ ഞാൻ മറുപടി പറയേണ്ടത്? ജ്യോതിയെ കുറിച്ചുള്ള ചോദ്യങ്ങൾ, ജീവനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ. എന്തു ഭംഗി ഇത് കാണാൻ. ഇത് ആർക്കാച്ചാ? അച്ഛന്റെ നെൽപ്പ് കണ്ട് അറിഞ്ഞൂടേടി ഇത് ആർക്കുള്ളതാണെന്ന്. കല്യാണ വാർഷികത്തിന്റെ ഡേറ്റ് ആയിട്ടില്ലല്ലോ, പിന്നെ എന്താ? எனக்கு தெரியும் சார் முதல்ல சுஜாதா மேடத்தை பார்த்த தினம் தானே. ഇതൊന്നും അല്ല. പിന്നെന്താ? അമ്മയുടെ ബർത്ത്ഡേ അല്ല, അച്ഛന്റെ ബർത്ത്ഡേ അല്ല, പിന്നെ എന്താ പ്രത്യേകത എന്ന് അറിയണല്ലോ. പിന്നെ അത് പറഞ്ഞിട്ട് വേണം എല്ലാവർക്കും കൂടി ഞങ്ങളെ കളിയാക്കാൻ. പറയച്ചാ, ഞങ്ങള് കേക്കട്ടെ. അത് ഒരു പ്രത്യേകത ഉള്ള കാര്യമാണ്. അത് അമ്മയ്ക്കറിയാം. എനിക്കറിഞ്ഞൂടാ. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയും ഇല്ല. ഉണ്ട്, താൻ ഓർക്കാത്തോണ്ടാ. ഇത് എന്തോന്ന് സസ്പെൻസാ? അങ്ങോട്ട് പറയും മിസ്റ്റർ രഘു. അത് ഈ കല്യാണം കഴിഞ്ഞ് കുറെ നാളുകൾക്ക് ശേഷമാണ് നിന്റെ അമ്മ എന്നോടൊരു കാര്യം പറഞ്ഞത്. ഇത് അതിന്റെ ഒരു വാർഷികമാണ്. എന്റെ ദൈവമേ, അമ്മ ഒരു കാര്യം പറഞ്ഞതിന്റെ വാർഷികോ? എന്താ അച്ഛ പറഞ്ഞത്? അതൊക്കെ സാധാരണ ഭാര്യ ഭർത്താക്കന്മാര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നത് തന്നെയാ. അമ്മ പറഞ്ഞേ. എനിക്ക് അറിഞ്ഞൂടാ മോളെ. சார் சொல்லுங்க சார் என்ன? അത് നിങ്ങളുടെ അമ്മയുണ്ടല്ലോ, ആദ്യമായിട്ട് എന്നോട് ഐ ലവ് യു എന്ന് പറഞ്ഞ ദിവസമാ. എനിക്ക് തോന്നിയതൊക്കെ ഞാൻ ആഘോഷിക്കും. ആരും അറിയാതെ ആഘോഷിക്കാന്ന് പറഞ്ഞപ്പോ അതങ്ങോട്ട് കൊടുക്ക്, എല്ലാരും കാണട്ടെ എന്ന് താൻ തന്നെയല്ലേ എന്നോട് പറഞ്ഞത്. പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? അങ്ങനെ ഐ ലവ് യു 25ാം വാർഷികം. ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവതിയായ സ്ത്രീ ആരാന്നറിയോ അമ്മയ്ക്ക്? അമ്മയാണത്. ഞങ്ങൾ പിള്ളേർക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്തൊരു കാഴ്ചയാണത്. എന്റെ അമ്മേ, ഞങ്ങളിങ്ങനെ കൊതിപ്പിക്കരുത് കേട്ടോ. கடவுளே நல்லா இருக்கட்டும்.
അറിയാതെ കൈതട്ടി. അച്ഛന്റെ പ്രസന്റ് അല്ലേ? ഓർമ്മകൾ ഓരോന്നായി വീണുടഞ്ഞു പോവാണ്. അമ്മേ, എത്ര തവണ ഞാൻ പറഞ്ഞു അച്ഛനെ ഒന്ന് വിളിക്കാൻ. ഒറ്റയ്ക്കിരിക്കുമ്പോ അമ്മ കരയുന്നതിന്റെ ആഴം ഞാൻ അറിയുന്നുണ്ട്. അമ്മയ്ക്ക് അച്ഛനെ കാണാതിരിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. ഒന്ന് വിളിച്ചൂടെ? വേണ്ട മോളെ. എന്നും രാവിലെ എഴുന്നേക്കുന്നത് അച്ഛനെ വിളിക്കണമെന്ന തീരുമാനത്തോടെ. പിന്നെ അങ്ങ് മടിക്കും. എന്താ ഞാൻ രഘുവേട്ടനോട് പറയുക? ഞാൻ നിന്നെ ഏൽപ്പിച്ചു പോയ എന്റെ കുടുംബം എവിടെ സുജാതയെന്ന് ചോദിച്ചാ എന്താ ഞാൻ മറുപടി പറയേണ്ടത്? ജ്യോതിയെ കുറിച്ചുള്ള ചോദ്യങ്ങൾ, ജീവനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ, നിന്റെ ജീവിതത്തെ കുറിച്ചുള്ള ചോദ്യങ്ങൾ. ഇതിനൊക്കെ അമ്മയ്ക്ക് മറുപടിയുണ്ടോ? എന്നാലും എല്ലാം പരസ്പരം പങ്കുവച്ചിരുന്ന രണ്ടുപേര് തമ്മില് ലോകത്തിന്റെ ഏതൊരു കോണില് പരസ്പരം കാണാതെ. കാലക്കേടാണ്. എപ്പോഴും നിങ്ങൾ കളിയാക്കാറില്ല വയസ്സനും വയസ്സത്തെയും എപ്പോഴും പ്രേമിച്ച് നടക്കുകയാണെന്ന്. അതുകൊണ്ട് ദൈവങ്ങൾക്ക് അസൂയ തോന്നിയിട്ടുണ്ടാവും. അത്രേ ഉള്ളൂ. അമ്മേ, വേണ്ട മോളെ. എന്നത്തെയും പോലെ ഇന്നും കരഞ്ഞു തന്നെ ഉറങ്ങും. മോള് പോയി കിടന്നു. അമ്മേ, മോള് മോള് പോയി കിടന്നുറങ്ങിക്കോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.